നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പനിയാരം ഇങ്ങനെ കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഈ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. കുട്ടികൾക്കൊക്കെ ആ ഒരു കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് ഇഷ്ടമാവുകയും ചെയ്യും. അവർക്ക് നമുക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് സമയമൊന്നും എടുക്കുന്ന ഒരു ഡിഷൊന്നും അല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരെണ്ണമാണ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരല്പം ദോശമാവാണ്. അപ്പൊ ദോശമാവിനകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ കുറച്ച് ക്യാരറ്റും, ഇതും നല്ലപോലെ നമുക്ക് ഇച്ചിരി ഏറെ ഇടാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ ഒരു 2 ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് പച്ചമുളകും വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടിയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതേ നമ്മൾ മാവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടി, നല്ല തിക്ക് ഒരു ബാറ്റർ ആയിട്ടായിരിക്കണം നമ്മൾ കലക്കി എടുക്കേണ്ടത്. ഇങ്ങനെ, അതായത് നമുക്ക് ഇച്ചിരി ഏറെ പച്ചക്കറിയോ എന്തൊക്കെയാണ് നമ്മൾ ഇടുന്നത്, ഇച്ചിരി ഏറെ ഇടാം. എന്നിട്ട് നമ്മൾ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് കലങ്ങാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാനൊരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ളത് ഓരോന്നിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നു. ഒരു സൈഡ് നന്നായി മുരിഞ്ഞ ശേഷം അടപ്പൊന്ന് മാറ്റി അതെല്ലാം തിരിച്ചിടേണ്ടതാണ്. ഇപ്പം എല്ലാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റി ഞാനൊന്ന് തിരിച്ചിടാൻ നോക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ എല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പനിയാരം അല്ലെങ്കിൽ പട്ടു തയ്യാറായി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഈ സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയുക. എന്നിട്ട് ആദ്യം പറഞ്ഞാൽ ഇഷ്ടമാവാന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.